ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഉമ്മമ്മ താളും തണ്ട് എങ്ങനെ കറി വെക്കണത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് താളും തണ്ട് ഉമ്മമ്മ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയാൻ കേട്ടോ. ഇനി അതും പരിപ്പും കൂടെ എങ്ങനെ കറി വെക്കണത് എന്നുള്ളത് ഉമ്മമ്മ പറഞ്ഞു തരും. ഉമ്മമ്മ എങ്ങനെയാണ് അത് കറി വെക്കുക? പരിപ്പ് വേവിച്ചിട്ട് നമുക്കിപ്പോൾ പരിപ്പ് വേവിച്ചത് കാട്ടിയില്ലല്ലോ. ആ പരിപ്പ് വേവിച്ചിങ്ങാണ്ട് ആ താളും തണ്ടും അതിൽ രസം മഞ്ഞപ്പൊടിയും രസപ്പും എല്ലാതും ഇട്ടിങ്ങാണ്ട് അത് വേവിച്ചെടുക്കുക ഇല്ല. അത് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിൽ തേങ്ങയൊക്കെ അരച്ചിട്ട് കൂട്ടണം. താളും തണ്ടൊക്കെ വെന്തിക്കണു. ഇനി കാട്ടിക്കാൻ രസം പുളി അതിലേക്ക് പാരട്ടെ. എന്നിട്ട് അതിൽ രസം തേങ്ങ അരച്ച് പാരണം. തേങ്ങയിൽ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും നല്ല ചീരവനും രസം കൂട്ടിയിട്ട് തേങ്ങ അരക്കുക. അതുകൊണ്ട് അരച്ചെടുക്കുക. ആ പുളി തിരുമ്പിയത് ഇതിരിക്കണ് പാര്. ഏതായാലും ഇപ്പം തിരുമ്പിയില്ല. ഇനി അത് ഇതിരിക്കണ് പാര്. എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ പുളി എങ്ങനെയുണ്ട് എന്ന്. പുളിയൊക്കെ പാകമാണ്. ഇനി അപ്പോഴേക്കിനി ആ തേങ്ങ കൊണ്ട് അരച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരും. പുളിയൊക്കെ ശരിയായിരിക്കണം. അത് ഇനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം. നല്ലോണം തിളപ്പിച്ചിട്ട് ഇറക്കണം. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പാരണം. അതതിരിക്കാണ് പാര്. എന്നിട്ടൊന്ന് ചെറുതായിട്ട് കത്തിയിട്ട് തിളക്കട്ടെ. തിളക്കുമ്പോൾ അതൊന്ന് മാങ്ങി വെക്കണം. ഇതൊന്ന് കടു വറക്കണം. കടു വറക്കാൻ രസം എണ്ണ വാർന്ന രസം വേപ്പിൻ്റെ ഇടുക. അതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം പൊട്ടിയിട്ട് അതിലേക്ക് പാരുക. ഇപ്പോൾ ഇതാ നമ്മളെ താളും തണ്ടും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട്. ഉമ്മമ്മ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കണം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും താളും തണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്